അപ്പോൾ രാത്രി നമ്മുടെ അത്തപ്പൂ ഇടുന്നതിൻ്റെ പരിപാടിയിലോട്ടാണ്. അപ്പോൾ അത്തപ്പൂ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളിതാണ്ട് ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ എഴുന്നേറ്റ് ഇടാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, കാശിയാണെങ്കിൽ ഒട്ടും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പൂക്കളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇടാനുള്ള തയ്യാറെടുപ്പില്ല. എനിക്ക് കോച്ചാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരുന്ന. ഫൈനലി കോച്ച് സെറ്റ് ചെയ്തിരുന്ന രീതിയിൽ നമ്മൾ അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മണിയും കണ്ടു അത്തപ്പൂ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നത്തെ ലേറ്റായിട്ട് എഴുന്നേറ്റ് അപ്പോഴത്തേന് അമ്മ ഇതാണ്ട് രാവിലത്തെ ഫുഡൊക്കെ നമ്മൾ കാരണവന്മാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ മാത്രമല്ല ഉച്ചക്കത്തെ ഫുഡൊക്കെ നമ്മൾക്ക്. അപ്പം നമ്മുടെ കാശിക്കുട്ടിന് എഴുന്നേറ്റ് വന്നതിന് അതിശയത്തിലാണ് വന്നത്. എന്താ ഇവിടെ നടക്കുന്നത്, ഇവിടെ എന്തോ പൂവെന്നൊക്കെ അറിയുന്ന രീതിയിലാണ് കാശി വന്നത്. ഇതെങ്ങനെ നശിപ്പിക്കാമെന്നൊക്കെ ആലോചനയിലുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അമ്പലത്തിലോട്ട് പോകണം. അമ്പലത്തോട്ട് പോകുമ്പോൾ അമ്മൂമ്മേനെയും വലിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ മാമീനെയും കുഞ്ഞാവനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമീനെയും കുഞ്ഞാവനെയും കണ്ട ശേഷം കാശിയാണെങ്കിൽ വരത്തില്ല, അവരെയും കൂട്ടാതെ കാശി വരത്തേയില്ല. അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിലാണ്. എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അവനാണെങ്കിൽ കുഞ്ഞാവയാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റാന്നാണ് പറഞ്ഞത്. പിന്നെ കാശി ഞങ്ങളോട് നടന്നു. എവിടെയെങ്കിലും പോയി കാശിക്ക് ഓട്ടമാണ്. അപ്പനും അമ്മയും ഓട്ടക്കാരല്ലേ, പിന്നെ ഞാൻ ഓടാതിരിക്കുമോ എന്നുള്ള രീതിയിൽ കാശി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഒരു രക്ഷയില്ല, ഞാനും കൂടെ ഓടേണ്ടി. പിന്നെ അമ്മയുടെ കൂട്ടുകാരുടെ മോനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവൻ ഓടുന്ന കണ്ടിട്ട് പിടിച്ചെടുത്ത് വന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇവൻ എസ്കേപ്പായിട്ട് പിന്നെയും ഓട്ടമായിരുന്നു. ഞാനും ഒരുവിധം ഓടി. പിന്നെ നേത്യം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറിയാൽ അവൻ വാവേ എന്ന് വിളിച്ചിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ തന്നെ കാശിയാണെങ്കിൽ വാവയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ താണ്ട് വെയിലോട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു പോരുകയാണ്. അപ്പം ഈ ഓട്ടപ്പാച്ചിലിൽ കാശിക്ക് എപ്പോഴും ക്ഷീണമായി. കാശി കിടന്ന് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊന്നും ഇടാതെ നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു. പിന്നെ കാശി എഴുന്നേറ്റ് വരുന്നതിനിപ്പം ഞാനിതാണ്ട് ചോറും കറിയും എല്ലാം കൂടി ഇത് വിളമ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാശി നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞാൻ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. സാധാരണ ഇവന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പോൾ നല്ല അലമ്പത്തരം കാണിക്കാറുണ്ട്. പക്ഷേ ഈ സദ്യയും അതുപോലെ തന്നെ ഇങ്ങനെ വിളമ്പിയൊക്കെ വെച്ചേക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാന്ന് തോന്നുന്നു. അടങ്ങി അപ്പൂപ്പൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഇതൊന്നും കഴിക്കത്തൊന്നും ഇല്ല, എല്ലാ കറികളും എരിവാന്നൊക്കെ പറയും. എന്നാലും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് പപ്പടവും കിട്ടിയില്ല എന്നുള്ള വഴക്കായിരുന്നു. പിന്നെ പപ്പടം എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതിൽ കാശി അവസാനം പായസം കുടിച്ച് സെറ്റായി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് ഇത് ഫുഡെല്ലാം കൂടി കഴിച്ചെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത അമ്മയുടെ വീട്ടിലോട്ട് പോകാനുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും അമ്മൂമ്മയുടെ കാണാൻ പോകാറുണ്ട്. അങ്ങനെ കാശി പായസമൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. എന്താണേലും ഉച്ച വരെ എൻ്റെ അത്തപ്പൂക്കളത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാശിയിലോട്ട് ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫൈനലി അച്ഛനും അമ്മയും കാശിയും പിക്കപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും കോച്ചും ബൈക്കിലാണ് പോകുന്നത്. ശരിക്കും കാശി ഓർത്തു ഞങ്ങൾ വരുന്നില്ല എന്നാണ് കാശി വിചാരിച്ചത്. അപ്പൂപ്പനും അമ്മൂമ്മയും റെഡിയായി വന്നപ്പോൾ കാശി അവരോടെ കയറിപ്പോയി. ഇത് നമ്മുടെ കുഞ്ഞമ്മയുടെ വീടാണ്. അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ ശിവാനി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കാശി ചെന്നത്. പക്ഷേ ശിവാനി അമ്മൂമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇല്ലായിരുന്നു. അതിന് കാശിക്ക് ഭയങ്കര സങ്കടമായി. കാശി അങ്ങോട്ട് വരുന്നില്ല എന്നുള്ള രീതിയിൽ നിൽപ്പുണ്ട്. ശിവാനി ഇല്ലല്ലോ, ഇനി ഞാൻ എന്തിനു വരുന്നു എന്നുള്ള രീതിയിലുള്ള ഓട്ടമായി. പിന്നെ ശിവാനി അകത്തുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാശി ഞങ്ങളോട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അങ്ങനെ കുഞ്ഞമ്മയ്ക്ക് ടാറ്റയും ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ്ട് മുത്തശ്ശിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എന്ന് പറയുന്ന ഒരു നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. കാരണം കുറേ മരങ്ങളും അതുപോലെ തന്നെ തോടും കാടും എല്ലാം ഉണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. വയലും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ അവിടെ ആരെയും കണ്ടില്ല, എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു. ഈ ആട് മാത്രം ഇവിടെ നിൽപ്പുണ്ട്. ആട് അവനെ കാശിനെ നോക്കിയിട്ടൊരു വല്ലാത്ത നോട്ടം നോക്കിയത്. കാരണം എന്ന് വന്നാലും കാശി ആടിനെ ഇട്ട് നല്ല ഇതാണ്. ആട്ടുകുട്ടീനെ ഇട്ട് ഓട്ടവും ഓടിയില്ല. ഇവൻ വീണ്ടും വന്നുള്ള രീതിയിലാണ് ആട് കാശിനെ നോക്കിയത്. കാശിയാണെങ്കിൽ ഓട്ടം കണ്ടാൽ മുത്തശ്ശിനെ കാണാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതൊന്നുമല്ല. കാശി നേരെ ആട്ടുകുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ആട്ടുംകൂട്ടിലോട്ടാണ് പോയത്. പക്ഷേ ആടാണെങ്കിൽ കാശിയുടെ സൗണ്ട് കേട്ടത് തന്നെ ഓടിയും തോന്നുന്നു. ആളവിടെ ഇല്ലായിരുന്നു.
പിന്നെ ആണെങ്കിൽ തൻ്റെ മുത്തമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനോട് പിന്നെ നടന്നൊരു വിധം ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടുത്ത് ഞങ്ങൾ നേരെ ബൈക്കിനായതുകൊണ്ട് ഞങ്ങളിവിടെ കയറി വന്നു. മഴയായതുകൊണ്ട് പിക്കപ്പ് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. പിന്നെ മാമിയും പാറും നന്ദുവും മാമനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാശി അപ്പോൾ കാശിയുടെ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞ് ഭയങ്കര ചൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അവനവൻ്റെ പരിപാടിയിലോട്ടൊക്കെ തന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. Bye-bye. See you. അതുവഴിയാണോ വന്നത്? പാം. അപ്പം അങ്ങോട്ട് പോയപ്പം ഞാൻ കോച്ചിൻ്റെ കൂടെയാണ് പോയത്. കോച്ച് അപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് കളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് ഞാനും അമ്മയും കാശിയും കൂടി പോവാണ്. അച്ഛൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിക്കപ്പ് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റും. ഇവിടെ കൂടി ആകുമ്പോൾ നേരെ നമുക്ക് പിക്കപ്പിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റും. അപ്പം ഈ വർഷത്തെ ഓണം ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓണം എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം. അപ്പം പിന്നെ കാണാം. ബൈ ബൈ.